ചൊരണ്ടേസോ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ? നോക്കാം നമുക്ക് എങ്ങനെ ചൊരണ്ടേസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മൾ ചൊരണ്ടേസിന് വേണ്ടിയിട്ട് എടുത്ത സംഗതികളെ ബീട്രൂട്ട് സുറുക്കിയിട്ട് വെച്ചാണ്ട് സെറ്റാക്കിയതാണ്. അതിൻ്റെ പിന്നെ പൈനാപ്പിൾ സുറുക്കി ഉപ്പും മുളകും, പിന്നെ കുറച്ച് ക്യൂബ്, പിന്നെ കുറച്ച് മിക്സറ്, കുറച്ച് പൊട്ടുകടല, പിന്നെ ചെറീസ്, ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ ഇതുണ്ട് നന്നാരി സർബത്ത്. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിളാണ് ചെയ്യാൻ പോണത്. പൈനാപ്പിൾ ആയപ്പോൾ കുറച്ചുകൂടി ക്രീം പോലെ ആയിട്ടുണ്ട്. ഈ സംഭവം അടിപൊളി. നമ്മൾ ബീട്രൂട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് നോക്കാം. അയ്യോ അടിപൊളി. നല്ല ചെത്തി ഐസ് പോലെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി ബീച്ചിൽ നിന്ന് കിട്ടുന്ന പോലെ. എന്നാ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒന്ന് സെറ്റാക്കാം. ബീട്രൂട്ട് സെറ്റായി. സ്പൂണ്, ഇത് പൈനാപ്പിൾ കുറച്ച്, ഓരോന്നിങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 ഇതൊക്കെ വെറൈറ്റി ആണ്. പൈനാപ്പിൾ എത്ര ആളുണ്ട്? ഒരു ചെറീസ് ഭംഗിക്ക്. ഇപ്പോൾ പൈനാപ്പിൾ കൊട്ടാരായോ? അല്ല, ഈ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾ പറഞ്ഞേരി. സാറാ സൂപ്പറാ. ബീച്ചിൽ നിന്നും കൂടി ഇങ്ങനത്തെ കിട്ടൂല നിങ്ങൾക്ക്. തണുപ്പുണ്ടോ? പുളിയുണ്ട്. ഇപ്പം നമ്മൾ വരദേശ് ഉണ്ടാക്കിയത് ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക മിക്സി വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ബ്ലേഡാണ്. ഇനി ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചൊരണ്ടേസ് അതേ രീതിയിൽ തന്നെ കിട്ടും. പിന്നെ ചൊരണ്ടേസിന് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നട്ട്സ് കട്ട് ചെയ്തെടുക്കാൻ, ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ചോപ്പർ യൂസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലേഡാണ് ഇത്. ബ്ലേഡായിട്ട് ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി അല്ല ഇതിന് സെപ്പറേറ്റ് ജാറെണ്ണ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി.